ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 9ാം ക്ലാസ്സുകാരുടെ മാത്സ് എക്സാം നടക്കുകയാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അവരുടെ ടെക്സ്റ്റ് മാറിയിട്ട് ആദ്യത്തെ എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നെറ്റിൽ നിന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യുകയാണ്. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഒരു 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്തായാലും സഹായിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 3 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 triangles have equal angles. The ratio of one pair of corresponding sides is 3:4. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ടു ദ ലാർജർ വൺ. 2 ട്രയാങ്കിൾ ഉണ്ട്, 2 ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒക്കെ ഈക്വലാണ്, പക്ഷേ അതിൻ്റെ സൈസൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ടു ദ ലാർജർ വൺ. അപ്പോൾ സ്കെയിൽ ഫാക്ടർ സ്മോളർ ടു ലാർജർ വൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത് 3/4 ആയിരിക്കും. ആൻസർ 3/4 ആയിരിക്കും. ഇനി ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇസ് 24 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ 24 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്റർ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4/3 × 24 ആണ്. കാരണം വലുതിൽ നിന്ന് ചെറുതിൻ്റെ റേഷ്യോ 4/3 ആണ്. അത് മറ്റേതിൻ്റെ 24 ആണ് മറ്റേ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് 24ൽ 3 8 പ്രാവശ്യം പോയി 24 32. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് റെക്റ്റാങ്കിൾ ഈസ് ഇൻസ്ക്രൈബ് ഇൻ എ സർക്കിൾ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഡയഗണൽ ലെങ്ത് കാണാം. ഇഫ് ഇറ്റ് സൈഡ്സ് ആർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിള് ഇൻസ്ക്രൈബ് ചെയ്ത് അത് വരച്ചിരിക്കുകയാണ് കൃത്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻട്രിൽ കൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പോൾ ഡയഗണൽ എന്ന് പറയുമ്പോൾ ആ റെക്റ്റാങ്കിളിനെ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡയഗണൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഇക്വൽ നമുക്ക് √8² + 6² എന്ന് കിട്ടും. അപ്പോൾ 8² 64, 6² 36. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് 2 കൂടി കിട്ടും √100 കിട്ടും. അത് 10 സെൻറ്റിമീറ്റർ ആയിട്ട്. അപ്പോൾ അതങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കതിൽ നോക്കാം. കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടനീസായിട്ട് കിട്ടിയത് സർക്കിളിൻ്റെ ഡയഗണലാണ്. ഓക്കെ, അപ്പോൾ ആ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയാമീറ്റർ ആയിട്ട് വരും, അതായത് സർക്കിളിൻ്റെ വ്യാസമായിട്ട് വരും, വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് വരും. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഈ വികരണത്തിൻ്റെ അല്ലെങ്കിൽ ഡയഗണലിൻ്റെ അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പോൾ 10/2 5 ആയിരിക്കും ആൻസർ വരാം. അപ്പോൾ റേഡിയസ് 5 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πr ആണ്. അപ്പോൾ ഇവിടെ 2 × π × r 5 ആണ്. അങ്ങനെയാണ് 2 × 5 10 × 10π 31.42 സെൻറ്റിമീറ്റർ. അപ്പോൾ 10π എന്ന് എഴുതിയാലും മതി. അതിൻ്റെ വാല്യൂ 3.14 ആണ്. അതായിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 31.42 കിട്ടുന്നത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സർക്കുലർ പാർക്ക് ഹാസ് ഡയമീറ്റർ 28 മീറ്റർ. അപ്പോൾ ഒരു പാർക്കിൻ്റെ ഷേപ്പ് സർക്കുലറാണ്, അതിന് ഡയമീറ്റർ 28 ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് വ്യാസം 28 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് 28/2 14 ആണ്. അതാണ് ആദ്യത്തെ ചോദ്യം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ പാർക്ക്. അങ്ങനെ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാർക്ക്. പാർക്കിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ, സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ π × r ഇവിടെ 14 ആണ്. 14² 14 × 14 × π. 14 × 14 എന്ന് പറയുന്നത് 196 ആണ്. 196 × π മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. കാരണം നമുക്ക് തന്നിരിക്കുന്നത് അളവ് മീറ്ററിലാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3.14 കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതാം. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദ സം ഓഫ് ദ 2 numbers ഈസ് 10 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 24. ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പോൾ 2 നമ്പറുകളുടെ സമ്മ് 10 ആണ്, അതിൻ്റെ പ്രൊഡക്റ്റ് 24 ആണ്. നമുക്ക് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാം. 2 നമ്പറുകളുടെ സം എന്ന് പറഞ്ഞാൽ 1 + 9 2 നമ്പറാണ്. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ ഗുണനഫലം 2 × 9 18 ആയിരിക്കും. ഇനി അപ്പോൾ അതല്ല അവിടെ സംഖ്യ. ഇനി 2ഉം 8ഉം ആയിട്ട് എടുത്താൽ 10 കിട്ടും, പക്ഷേ അതിൻ്റെ ഗുണനഫലം 16 ആണ്. 3ഉം 7ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും കൂട്ടിയാൽ, പക്ഷേ അതിൻ്റെ ഗുണനഫലം 21 ആണ്. 4ഉം 6ഉം എടുത്താൽ നമുക്ക് കൂട്ടിയാൽ 10 കിട്ടും, അതിൻ്റെ ഗുണനഫലം 24 ആണ്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4ഉം 6ഉം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ 2 മാർക്ക് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ഒരു 4 മാർക്ക് നേടിത്തരാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്, എന്തായാലും കാണുക.